ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന്റെ അമീനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബു ഉബൈദത്തു ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹുവിനെ കുറിച്ച്. അമീനുൽ ആം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അമീൻ എന്നുള്ളതിന് വേണമെങ്കിൽ സെക്രട്ടറി എന്ന് അർത്ഥം വെക്കാം. അബു ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബു ഉബൈദ ഈ ഉമ്മത്തിന്റെ സെക്രട്ടറി ആകുന്നു. പുന്നാര നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ അബൂ ഉബൈദന്റെ പ്രത്യേകത? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി വന്നു. ശത്രുക്കൾ ഒരു പക്ഷത്തും മുസ്ലിങ്ങൾ മറ്റൊരു പക്ഷത്തും അണിനിരന്നിരിക്കുന്നു. ശത്രുപക്ഷത്തെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ജറാഹുണ്ട്, മുസ്ലിം പക്ഷത്ത് അബൂ ഉബൈദയും ഉണ്ട്. വാപ്പാക്ക് തോന്നി ചെക്കനട് കിട്ടിയ തിരക്കടില്ല എന്ന് തോന്നി, ഒരു കൈ നോക്കാലോ എന്ന് തോന്നി. ഇത് മനസ്സിലാക്കിയ അബൂ ഉബൈദ മെല്ലെ അങ്ങോട്ട് മാറിന്ന് വാപ്പാനേറ്റ് വേണ്ടെന്ന് വിചാരിച്ചു. ജറാഹ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ആ മറവില് നിക്കണ ഓനണ്ട് ഇറക്കിയായിരുന്നു. അവിടെ ആ മാറി നിക്കണേ ഒരു ചങ്ങായില്ലേ, ആ തെങ്ങിന്റെ മറവില് ഓനങ്ങോട്ട് ഇറക്കിയായിരുന്നു. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒന്നും കൂടിയാണ് മാറി. ഇനിയിപ്പോ വാപ്പാനേറ്റ് നോക്കാനാവൂല എഴുതിയിട്ട് അതിൽ ഇറങ്ങണില്ല എന്ന് കണ്ടപ്പോ എന്റെ വാപ്പ എന്ന് പറഞ്ഞു മൂപ്പര്, വാപ്പാനെ വിളിച്ചിറങ്ങുമെന്ന് എഴുതിയിട്ട്. അബൂ ഉബൈദ വിചാരിച്ചു, സംഗതി ഇപ്പൊ എന്റെ വാപ്പാനെയാണ് വിളിച്ചാലും ആള് മൂപ്പരനല്ലേ, ഇറങ്ങാനാവൂല, തീരുമാനിച്ചു അവിടെ തന്നെ അന്ന്. അതിൽ ഉമ്മാനെ ചീത്തറിഞ്ഞു, എന്റെ ഉമ്മ തള്ളാന്നൊക്കെ പറഞ്ഞു. അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, സംഗതി ഇപ്പൊ എന്റെ ഉമ്മാനെ പറഞ്ഞാലും മൂപ്പര പെണ്ണുങ്ങളാണല്ലോ, പറഞ്ഞോട്ടെ വിചാരിച്ച് ഇറങ്ങിയില്ല. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങിയതേ ഉള്ളൂ. അബൂ ഉബൈദ റഅ്സുൽ ജറാഹ്, ഒരു ചാട്ടം ചാടുന്നത് കണ്ടു. പിന്നീട് നോക്കുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിലുണ്ട് വാപ്പയായ ജറാഹിന്റെ തല. അപ്പ പറഞ്ഞതാണ് അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ അമീനാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാകുന്നു. ജോർഡാനിലാണ് അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ ഖബറുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ കൂടെ നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോ രിദ്ദത്തിന്റെ കാരണങ്ങൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ കൽബിൽ നിസാരമാവൽ. ലോകത്ത് അല്ലാഹു എന്തെല്ലാം നിഅമത്തുകൾ നൽകിയിട്ടുണ്ടോ ആ നിഅമത്ത് മുഴുവനും പുന്നാര നബിനെ കൊണ്ട് കിട്ടിയതാണ്. അല്ലാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല, നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഞമ്മക്ക് തന്നതാണ്. അല്ലാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല, ഖുർആൻ അല്ലാഹു നബി തങ്ങൾക്ക് കൊടുത്തിട്ട് നബി തങ്ങൾ നമുക്ക് തന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ലോകത്ത് എന്തെല്ലാം ഫളായിലുണ്ടോ ആ ഫളായിൽ മുഴുവൻ നബി തങ്ങളെ കൊണ്ട് ഉണ്ടായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചയുടെ ഫളായിൽ എന്താ? മുഹമ്മദ് നബിയുടെ ഫളായില്. തിങ്കളാഴ്ചയുടെ ഫളീലത്ത് എന്താ? മുത്തുനബിയുടെ ഫളീലത്ത് തന്നെ. ഈ സ്ഥാപനത്തിന്റെ ഫളായിൽ എന്താ? പുണ്യനബിയുടെ ഫളായില്. സാലിം വൈസിക്ക് എന്തെങ്കിലും ഫളായിലുണ്ടെങ്കിൽ അത് മുത്തുനബിനെ കൊണ്ട് മാത്രം കിട്ടിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എന്തെല്ലാം ഫളായിലുകളുണ്ടോ ആ ഫളായില് മുഴുവനും നബി തങ്ങളെ കൊണ്ടുണ്ടായതാണ്. എന്നതൊന്നും അള്ളാഹു തആല നമുക്ക് തന്നതല്ല. ഞമ്മക്ക് അള്ളാഹു തന്നത് മുഹമ്മദ് നബിനെ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയൊക്കെ നബി തങ്ങൾക്ക് കൊടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ നിയമത്തെ നമുക്ക് തന്നിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഒറ്റ റഹ്മത്താണ് നമുക്ക് തന്നത്, ഒറ്റ നിഅമത്താണ് തന്നത്, ഒറ്റ ബറക്കത്താണ് നമുക്ക് തന്നത്. ബാക്കിയൊക്കെ ആ ബറക്കത്തോണ്ടുണ്ടായതാണ്, ബാക്കിയെല്ലാം ആ നിഅമത്തോണ്ടുണ്ടാക്കിയതാണ്, ബാക്കിയെല്ലാം ആ റഹ്മത്തോണ്ടുണ്ടായതാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൽബിന്റെ ഭാഗമാവണം. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ അടങ്ങാറാക്കിയ ഒരാളായിരുന്നു മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന ആള്. എന്നാലോ എല്ലാ കാര്യങ്ങൾക്കും മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടാവും. 5 വക്തിനും പള്ളിക്ക് വരും. യുദ്ധത്തിന് പോകുമ്പോ ഒപ്പം പോരും. നബിതങ്ങളും സഹാബത്തും ഏതെങ്കിലും വഴിക്ക് പോകുകയാണെങ്കിൽ അതിന്റെ ഒപ്പം ഉണ്ടാവും. 30 മണിയെട്ടിങ്ങാണ്ട് എല്ലായിടത്തും കൊണ്ടുപോകും. ആള് മുനാഫിക്കാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി. അത് ഈ ആളാണ്, അതേ ആള്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പ്രധാനിയാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് 10-14 ദിവസം മുഅ്മിനീങ്ങൾക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല. ലോക്ക്ഡൌൺ ആയിരുന്നു അവിടെ. കച്ചവടമൊന്നുമില്ല പീടികളില്. അങ്ങാടിയിൽ മുഅ്മിനീങ്ങളെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. പിന്നെ അണഞ്ഞു കൂട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ എല്ലാവർക്കും വിഷമായി. പൊന്നാര നബി തങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ ദിവസം വീട്ടിലേക്ക് പോണില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് തീരുമാനം അറിഞ്ഞിട്ട് പോകാൻ കരുതിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല. തീരുമാനം അറിഞ്ഞില്ല, പോണില്ല. അസർ നിസ്കാരം കഴിഞ്ഞാല് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീടിന്റെ അടുത്ത് കൂടെ ഒന്നിങ്ങനെ പോകും. അപ്പോൾ വേലക്കാരിയെ കാണും. വേലക്കാരിയോട് വീട്ടുകാരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. അങ്ങനെ തന്നെ പോരും. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആയിഷ ബീവി കുറ്റവിമുക്തയായി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നബിതങ്ങൾക്കും സഹാബത്തിനും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് കൂടെയുള്ള ആളാണ്. കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ആ നിലക്കാണ് കരുതായിരുന്നു. ഇത് ഉള്ളിലുണ്ട്, എന്നാലോ എല്ലാ സംഗതിക്കും ഇടങ്കോലിട്ടുങ്ങാണ്ടാണ്. അതാണ് ഇയാള്. എന്നാൽ നബിതങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ മുനാഫിഖാണ് എന്ന് അറിയാമെങ്കിലും ആരോടും പറയില്ല. ഒരാളോടും പറയില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ വിഷയം ആരോടും പറയില്ല. അപൂർവമായിട്ട് സ്വകാര്യത്തിൽ ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹഫ്സ ബിബി റളിയല്ലാഹു അൻഹയോട് ഒരിക്കല് മദീനത്തെ മുനാഫിഖുകൾ ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം ഉണ്ടായി ഒരിക്കല്. മദീനത്തെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബത്തൊക്കെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ മുനാഫിക്കുകളുടെ പേര് ഹഫ്സ റളിയല്ലാഹു അൻഹാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വർത്താനം അങ്ങോട്ട് പറഞ്ഞ് മുഴുവനായില്ല. പിന്നെ നോക്കുമ്പോ ഉമർ ഖത്താബിനെ കാണാൻ കൂടെ ഉണ്ടായിരുന്നു. എവിടേക്ക് പോയി എന്നോ കാണാനില്ല. മൂപ്പര് വേഗത്തിൽ ഹഫ്സ ബീവിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ മദീനത്തെ മുനാഫിക്കുകളുടെ ലീസ്റ്റ് തന്നിട്ടുണ്ട് എന്ന് കേട്ടു, അതൊന്ന് തരുമോന്ന് ചോദിച്ചു. ഹഫ്സ ബീവി പറഞ്ഞു, തരൂല. ഞാൻ മൊബൈലിൽ ഒന്ന് ഇങ്ങനെ എടുത്തുങ്ങാണ്ട് തരണ്ട, അവിടെ പിടിച്ചാ മതി എന്നിങ്ങനെ. തരൂല. ഒരു നിലക്കും കിട്ടൂല എന്ന് കണ്ടപ്പോ അവസാനം ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോളിയാ. അപ്പൊ ചോദിച്ചു, അതിൽ എന്റെ പേരുണ്ടോന്ന് ചോദിച്ചു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ലായിരുന്നു. എന്നാ എനിക്ക് ആ ലിസ്റ്റ് വേണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് അത് തെരഞ്ഞു പോയത് അതിൽ ആരൊക്കെ ഉള്ളത് നോക്കാനല്ല, മൂപ്പരെ പേര് അതിലുണ്ടോ നോക്കാനാ.